നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെൽമെറ്റിനകത്ത് ഒരുപാട് ഫംഗസും ബാക്ടീരിയസും ഒക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പം നമുക്കത് ഒന്ന് കഴുകി ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഉണങ്ങി കിട്ടാനൊക്കെ വലിയ പാടാണ്. അപ്പം ചങ്ങനാശ്ശേരി ഹെൽമെറ്റ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ മിഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കാണുകയും അതൊന്ന് ട്രൈ ചെയ്യുകയും കൂടി ചെയ്യാന്നുള്ള കണക്കൂട്ടിൽ നമ്മൾ രാവിലെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിട്ടാലോ ചങ്ങനാശ്ശേരിക്ക്? കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന കാരണം ഫ്രണ്ടിൽ ടയറിനകത്ത് കുറച്ച് കാറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒരു പിടുത്തമുണ്ട്. നമുക്ക് അവിടുത്തെ പമ്പിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എയർ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ കുറച്ച് പെട്രോളും കൂടി അടിക്കണം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പവർ പെട്രോളാണ് കേട്ടോ. അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പവറും അതുപോലെ തന്നെ മൈലേജൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടി നേരത്തെ തന്നെ അപേക്ഷിച്ച് കുറച്ചുകൂടി മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വണ്ടിയുടെ സൗണ്ടിനൊക്കെ ചെറിയൊരു വേരിയേഷനൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറച്ചുകൂടി ഒരു റഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു സൗണ്ടൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഇറങ്ങി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര വെയിലായിരിക്കില്ല. അത് കാരണം നേരത്തെ ഇറങ്ങിയാണേ. ഇപ്പം തന്നെ വെയിലായി. ഇപ്പോൾ തന്നെ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം വെയിലായിട്ടുണ്ട്. എന്നാൽ വലിയ ചൂടില്ലാത്തൊരു വെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങിയത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കര ചൂട് കാരണം ബൈക്കിൽ പോലും പോകാൻ മേലാത്തൊരവസ്ഥയാണ്. ഇത് നമ്മുടെ ജംഗ്ഷനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ. അതായത് പെരുമലിച്ചി എന്ന് പറയും. ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തെങ്ങണം. ഇവിടുത്തെയൊക്കെ ആരിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നെന്ന് പറയുമ്പോഴത്തേക്കിന് വലിയൊരു ഇതാണല്ലോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ നാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ പമ്പിൽ നിന്നാണ് പെട്രോൾ സ്ഥിരമായിട്ട് അടിക്കുന്നത്. നമ്മുടെ പെരുമലിച്ചി പമ്പ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പെരുമലിച്ചി പമ്പ്. ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്ഥിരമായിട്ട് അങ്ങനെ പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഇച്ചിരി കാറ്റ് സെറ്റ് ചെയ്യണം. ഫ്രണ്ടിൽ കാറ്റില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ടേ നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇപ്പം തന്നെ രാവിലെ റോഡിൽ ഭയങ്കര തിരക്കായി കേട്ടോ. രാവിലെ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടല്ലേ. ഞാനോർത്ത് ഈ സമയത്തൊന്നും വലിയ തിരക്ക് കാണത്തില്ലെന്നുള്ള കണക്കുമില്ല. ഇറങ്ങിയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിൽ പോകുന്ന ആൾക്കാർ, ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ സമയത്ത് ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. നല്ല ബ്ലോക്കാണ് കേസ്. ഇനിയിപ്പോൾ ചങ്ങനാശ്ശേരി ചെന്നിട്ട് ആ മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം പറഞ്ഞു തരും. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഞാനിങ്ങനെ റീല് കണ്ടാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിലൊക്കെ അത് അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് പോയി കണ്ടില്ലെങ്കിലേ അതൊരു നഷ്ടമാണല്ലോ എന്നുള്ള കണക്കൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേസ്. അത് പോയി കാണണമല്ലോ. അത് മാത്രമല്ല നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ ഒരുപാട് നാളായി ഉപയോഗിക്കുന്നത്. അപ്പം അത് കഴുകിയിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അതും ഒരു ഉപകാരമാണല്ലോ എന്നുള്ള കണക്കൂട്ടിലാണ് പോകുന്നത്. കണക്കൂട്ടിലിടയ്ക്ക് കയറി വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. ഹെൽമെറ്റ് ഒന്ന് റെഡിയാക്കണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. കാരണം വലിയ ചൂടില്ലാത്ത വെയിലാണ്. നല്ല രസമുണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ വണ്ടി ഓടിക്കും. കുറേ നാളായി ഞാനിപ്പോൾ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ചെറിയ റീൽസുകളും പരിപാടികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. കാരണം യൂട്യൂബിൽ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു POV ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് GoPro അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ആക്ഷൻ ക്യാമറ വേണം. എൻ്റെ ഉണ്ടായിരുന്ന GoPro ആയിരുന്നു. അത് കംപ്ലൈൻ്റ് ആയി പോയായിരുന്നു. അത് കാരണമാണ് നമുക്ക് വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് കേട്ടോ. ഇപ്പം ഞാൻ പുതിയൊരു ക്യാമറയൊക്കെ എടുത്തതുകൊണ്ട് നമുക്കിനി സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ കാണണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. മറ്റേ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്തോ. നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മളെ കാണാനും നമ്മളെ കേൾക്കാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷനാണ് അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ പാറപ്പള്ളിയാണ് കേട്ടോ.
നമ്മുടെ പാറപ്പള്ളി എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാറപ്പള്ളി. വലിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലൊക്കെ അടുക്കുമ്പോഴത്തേക്കിന് ഭയങ്കര, ഈ ചങ്ങനാശ്ശേരിയിലൊക്കെ ഒരു ബൈപ്പാസ് ഈ ബൈപ്പാസ് ഉണ്ട് ഓൾറെഡി. നമ്മൾ ഈ മറ്റേ ഈ വാഴൂർ റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഈ റെയിൽവേയുടെ അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഒന്നെങ്കിൽ അവിടെ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറേ നാളായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുമായിരുന്നെങ്കിൽ കേട്ടോ. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുമായിരുന്നു എങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കാറുണ്ട്. കാരണം ഇവിടെ മിക്കപ്പോഴും നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇവിടെ ചില സമയത്ത് ഈ ട്രാഫിക് പോലീസൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന കാണാം. അത്രയ്ക്ക് തിരക്കായിരിക്കും ചില സമയത്ത് കേട്ടോ. അതായത് രാവിലെ അത്ര വലിയ തിരക്കില്ല. നമുക്ക് ഇതുകൊണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ചങ്ങനാശ്ശേരി റെയിൽവേ ജംഗ്ഷൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അത് ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സാധനം. നമുക്ക് അതിൽ ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും കയറുമ്പോഴേ. ഇതാണ് സംഭവം. ഇവിടെ വന്നത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനെന്തായാലും ആദ്യമായിട്ട് വരും ഇവിടെ. നമുക്കെന്നാൽ അകത്തോട്ട് കയറിയാലോ. അടിപൊളിയാണ് കേട്ടോ. പക്ഷേ AC ഒന്നും ഇല്ല കേട്ടോ. പേയ്മെന്റ് ചെയ്യാൻ ദയവായി QR കോഡ് സ്കാൻ ചെയ്യുക. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. ഗൂഗിൾ പേ ചെയ്ത് നമ്മൾ ആദ്യമേ പേയ്മെന്റ് ചെയ്യണം. 99 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് ഹെൽമെറ്റിനകത്തോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ പറയുന്നുണ്ടേ, ഹെൽമെറ്റ് അത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് വെക്കാനൊക്കെ പറയും. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. കുറേ നേരമായല്ലോ ഇത്, അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവിടെ ടൈം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റത്തോളം ടൈം എടുക്കും. ആ ലൈറ്റ് പുതിയതായിട്ട് കത്തിയിട്ടുണ്ട്. ഇഷ്ടം ഇരുട്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റ് കത്തി. ദയവായി കുറച്ച് നിമിഷങ്ങൾ കാത്തിരിക്കുക. സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ്. ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഫുള്ള് പുകയായി ഗൈസ്. ഫുള്ള് പുകയായിട്ട് ഇപ്പം സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് പുകയായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഷെയിലിക്സ് തിരഞ്ഞെടുക്കിയതിന് നന്ദി. അഭിമാനത്തോടെ സുരക്ഷിതമായി സവാരി ചെയ്യൂ. സന്തോഷകരമായ യാത്ര ആശംസിക്കുന്നു. താങ്ക് യു. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. മൊത്തം പോയാ കേട്ടോ. സ്റ്റേജിനകത്തൊക്കെ ആൾക്കാരിന്ന് പെർഫോമൻസ് ചെയ്യുന്ന പോലെ ഉണ്ട് നമ്മുടെ ഹെൽമെറ്റിനകത്ത്. അതായത് ഇരിക്കുന്നുണ്ടാവും. അടിപൊളി അടിപൊളി. ചെറിയൊരു ഇതുണ്ട് കേട്ടോ, കൈ പിടിച്ചിട്ട് ചെറിയൊരു എന്തോ ഒരു ഫീൽ. അങ്ങനെ നമ്മൾ വേണ്ടേ നമ്മുടെ ഹെൽമെറ്റൊക്കെ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പയ്യെ അവിടെ തിരിച്ച് പോരുകയാണ് ഗൈസ്. ഇനി ചങ്ങനാശ്ശേരി ബൈപ്പാസാണ് കേട്ടോ. അത് ബൈപ്പാസിൽ എവിടെയെങ്കിലും ഒരു ചായക്കടയ്ക്ക് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി നിങ്ങളെ ഹെൽമെറ്റൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യും കേട്ടോ. സ്ഥിരമായിട്ട് ഈ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴും അത് പ്രശ്നമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗസും ബാക്ടീരിയസൊക്കെ ഇരുന്ന് തലയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നതും വരെ എല്ലാവർക്കും ബൈ.